ആസ്ഥാനത്ത് പുറത്തും അതുപോലെ അകത്തും സംഘർഷമുണ്ട്. ഇപ്പോൾ കൂടുതൽ പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഗവർണർ വന്നേക്കുമെന്ന സൂചനകൾ കൂടി വീണ്ടും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും സർവകലാശാലയുടെ പ്രധാനപ്പെട്ട കവാടം SFI പ്രവർത്തകർ കവാടത്തിന് മുന്നിൽ SFIയുടെ പ്രതിഷേധം പോവുകയാണ്. അവർ ഉപരോധം തുടരുകയാണ്. പോലീസ് സന്നാഹമുണ്ട്. ഗവർണർ ഇതിനിടയിലൂടെ ഇവിടെ എത്തുമോ എന്ന സാഹചര്യം കൂടി ഇപ്പോൾ വീണ്ടും വരുന്ന ഒരുപക്ഷെ ഗവർണർ എത്തിയേക്കുമെന്ന സൂചനയുണ്ട്. നേരത്തെ തന്നെ സർവകലാശാല ആസ്ഥാനത്ത് ഗവർണർ എത്തുമെന്ന് തന്നെയാണ് ഇറങ്ങി നമുക്ക് ലഭിക്കുന്ന സൂചന. അല്പസമയത്തും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇവിടേക്ക് എത്തും. അങ്ങനെയെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി സംഘർഷാത്മകമാകാൻ ഇടയുണ്ട്. ഗവർണർക്ക് വഴിയൊരുക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി ഗവർണർ അർലേക്കർ രാജ്ഭവനിൽ നിന്ന് പുറപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രവർത്തകരുടെ പങ്കാളിത്തമുണ്ട്. ഗവർണർ വരേണ്ട വഴി ഇതാണ്. സാധാരണഗതിയിൽ മറ്റേതെങ്കിലും വഴികൾ വരുമോ എന്ന് കണ്ടറിയണം. ഏതായാലും ഇതാണ് സർവകലാശാലയുടെ പ്രധാന കവാടം. മുൻവശം ഇതുവഴിയാണ് സാധാരണഗതിയിൽ അകത്തേക്ക് വരേണ്ടത്. പുറമേയുള്ള വാതിലുമുണ്ട്. ഗവർണർ ഏതായാലും ഇതുവഴി കടന്നു വരുമോ എന്നാണ് അറിയേണ്ടത്. അങ്ങനെ വരികയാണെങ്കിൽ ഇതിന് തൊട്ട് പിൻവശം ഏതാണ്ട് 10 മീറ്ററുകൾക്കപ്പുറത്താണ് SFI പ്രവർത്തകർ സംഘടിച്ചിരിക്കുന്നത്. ഇവിടെയാണ് പോലീസ് അവരെ തടഞ്ഞിരിക്കുന്നത്. ഈ ഭാഗത്താണ് പോലീസ് പ്രവർത്തകരെ തടഞ്ഞിരിക്കുന്നത്. ഇത് മറികടന്ന് വേണം ഗവർണർക്ക് മുന്നോട്ട് പോകാൻ. കൂടുതൽ പ്രവർത്തകർ ഇതിന്റെ മറ്റു ഭാഗങ്ങളിലും സംഘടിച്ചെത്തുന്നുണ്ട്. എല്ലാ വഴികളും ഉപരോധിക്കാനുള്ള ശ്രമമാണ് പ്രവർത്തകരുടെ ഭാഗത്തുണ്ട്. നേരത്തെ വളരെ കുറച്ച് പ്രവർത്തകർ മാത്രമായിരുന്നുവെങ്കിൽ കൂടുതൽ SFI പ്രവർത്തകർ ഇവിടേക്ക് എത്തുകയാണ്. ഈ പ്രതിഷേധത്തിനിടയിലൂടെ വേണം ഗവർണർക്ക് സെനറ്റ് ഹാളിനുള്ളിലേക്ക് പോകാൻ. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. കൂടുതൽ പ്രവർത്തകർ സംഘടിച്ച് ഈ പ്രധാന കവാടത്തിൽ ഇപ്പോൾ KSU പ്രവർത്തകർ ഇവിടേക്ക് എത്തുകയാണ്. പ്രതിഷേധവുമായി KSU കൂടി എത്തുന്നു. KSUവിന്റെ കൂടി രംഗപ്രവേശം ഈ പ്രതിഷേധത്തിൽ ഉണ്ടാകുന്നു. ഗവർണറെ തടയാൻ KSU എത്തുന്നു. SFIയും KSUവും ഇനി ഒരുമിച്ച് ഒരു വിഷയത്തിൽ സമരം ചെയ്യാൻ എത്തുകയാണ്. ഗവർണർക്കെതിരെ പ്രതിഷേധവുമായി ഗോ ബാക്ക് മുദ്രാവാക്യങ്ങളുമായി ഗവർണർ ഗോ ബാക്ക് മുദ്രാവാക്യങ്ങളുമായി KSU പ്രവർത്തകർ കൂടി എത്തുന്നു. അത്യന്തം സംഘർഷാത്മകമായ അന്തരീക്ഷത്തിലേക്ക് കേരള സർവകലാശാല ആസ്ഥാനം മാറുന്നു. KSU പ്രവർത്തകർ പ്രതിഷേധവുമായി പോവുകയാണ്. ചില പ്രവർത്തകർക്ക് പരിക്കേറ്റ സൂചന പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. ABP പ്രവർത്തകർ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ മർദ്ദിച്ചുവെന്ന ആരോപണവും പുറത്തു വരുന്നു. ഈ സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിൽ KSUവിന്റെ പ്രതിഷേധം. പ്രധാന കവാടത്തിന് മുന്നിൽ കിടന്ന് KSU പ്രതിഷേധിക്കുന്നു. ജില്ലാ പ്രസിഡന്റ് ഗോപുവിന്റെ നേതൃത്വമാണ് KSUവിന്റെ പ്രതിഷേധം. ABP പ്രവർത്തകർ മർദ്ദിച്ചുവെന്ന ആരോപണവും KSU ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ ഏതായാലും KSU പ്രവർത്തകരെ കസ്റ്റഡിയിലേക്ക് ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പ്രവർത്തകർ മാത്രമാണ് KSUവിന്റെ ഭാഗത്ത് ഉള്ളത്. അവരെ കസ്റ്റഡിയിൽ എടുക്കുകയാണ് പോലീസ് ചെയ്യുന്നത്. ഗവർണർ ഇവിടേക്ക് എത്തുകയാണ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇവിടേക്ക് എത്തുന്നു. അദ്ദേഹം വരുന്ന ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അതിശക്തമായ പോലീസ് സുരക്ഷ. അതിനിടയിലൂടെ ഗവർണർ വിശ്വനാഥ് അർലേക്കർ സർവകലാശാല ആസ്ഥാനത്ത് സർവകലാശാലയുടെ ചാൻസലർ കൂടിയായ ഗവർണർ എത്തുന്ന ദൃശ്യങ്ങളാണ് കാണാൻ. ഗവർണർ ആ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഗവർണറും യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നു. ഇത്രയധികം സംഘർഷം അവിടെ നടക്കുന്നു, വലിയ പ്രതിഷേധം നടക്കുന്നു. പക്ഷേ ഭാരതാംബയുടെ ചിത്രം വെച്ച പരിപാടിയിൽ പങ്കെടുക്കുമെന്ന നിലപാട് ഗവർണറും എടുക്കുന്നു. മന്ത്രിസഭാ യോഗത്തിൽ ഇന്ന് ഈ വിഷയത്തിൽ ഗവർണർക്ക് കത്തെഴുതാൻ പ്രതിഷേധം അറിയിക്കാൻ തീരുമാനമെടുത്തിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഗവർണറും ആ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ സർവകലാശാലയിൽ വലിയ രീതിയിൽ സർവകലാശാലയ്ക്ക് സെനറ്റ് ഹാളിനകത്തും പുറത്തും സംഘർഷം നടക്കുമ്പോൾ ഗവർണർ വലിയ സുരക്ഷയിൽ ആ പരിപാടിയിൽ പങ്കെടുക്കാനായി അവിടേക്ക് എത്തുന്നതാണ് നമ്മൾ കാണുന്നത്. സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് മൂർച്ഛിക്കുന്നു. അത് പൊതു ഇടത്തിലേക്ക് എത്തുന്നു. വിദ്യാർത്ഥി സംഘടനകൾ അതിരൂക്ഷമായ പ്രതികരണങ്ങൾ അതിൽ നടത്തുന്നു, പ്രതിഷേധം നടത്തുന്നു. അത് വളരെ പബ്ലിക്കായുള്ള ഏറ്റുമുട്ടലിലേക്ക് മാറുന്നു. അപ്പോഴും ഗവർണർ വിട്ടുവീഴ്ചയ്ക്കില്ല. ഗവർണർ ആ പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തുന്നു. നേരത്തെ അല്പം മുൻപ് ഗവർണർ പങ്കെടുക്കില്ല എന്ന സൂചനകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ തീരുമാനം മാറ്റിയിരിക്കുന്നു. സംഘർഷം അകത്തും പുറത്തും നടക്കുമ്പോൾ അവിടേക്ക് വലിയ സുരക്ഷയിൽ ഗവർണർ എത്തുകയാണ്. കാണാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹം സുഗമമായി തന്നെ നിശ്ചയിച്ച പ്രകാരം
പ്രകാരം തന്നെ പരിപാടി നടത്തുന്നതിനായി ഗവർണർ അവിടെ എത്തിയിരിക്കുന്നു. സംഘാടകർ പിന്മാറുന്നില്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ്. രജിസ്ട്രാർ എതിർപ്പ് അറിയിച്ചിട്ടും സംഘാടകർ പിന്മാറുന്നുണ്ടായിരുന്നില്ല. വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം അകത്തും പുറത്തും നടക്കുമ്പോഴും സംഘാടകർ പിന്മാറിയിരുന്നില്ല. ഇപ്പോൾ ഗവർണർ ആ പരിപാടിയിലേക്ക് എത്തുന്നു. വലിയ സുരക്ഷയിൽ ഗവർണർ ആ പരിപാടി നടക്കുന്ന ഹാളിലേക്ക്, സെനറ്റ് ഹാളിലേക്ക് എത്തിയിരിക്കുകയാണ്. സർവകലാശാലയ്ക്ക് പുറത്ത് ഇപ്പോഴും വലിയ രീതിയിലുള്ള സംഘർഷ സാധ്യത നിലനിൽക്കുകയാണ്. വിദ്യാർത്ഥി സംഘടനകൾ പിന്മാറുന്നില്ല. അവർ അതിശക്തമായ പ്രതിഷേധം അവിടെ രേഖപ്പെടുത്തുന്നു. അപ്പോഴും ഗവർണർ